കുട്ടിക്കാലം തൊട്ടേ നമുക്കുള്ള സംശയങ്ങൾ. മക്കളെ, പല്ലികൾക്ക് എന്തിനാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഷ്ടം? പക്ഷികൾ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാമ്പിന്റെ വിഷത്തിൽ പ്രോട്ടീനോ? കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും വിശ്വസിച്ച കുറെ കാര്യങ്ങളില്ലേ? വലുതായപ്പോ നമ്മൾ എത്ര മന്ദബുദ്ധികളായിരുന്നുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കെല്ലാം അറിയാമെന്നാണോ? എന്നാൽ അതും തെറ്റാണ്. ഇന്ന് അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്പർ 10, പല്ലിരാജ. ഇത് കാണാത്തവർ ചുരുക്കമാകും. മനുഷ്യർ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി വീടുകളിൽ ശൗചാലയം നിർമ്മിച്ചു. എന്നാൽ ആ വീട് തന്നെ ശൗചാലയമാക്കി മാറ്റിയ ഒരാളുണ്ട്. ഇത്രയും ബിൽഡപ്പ് ഇടുന്നത് ആർക്കു വേണ്ടിയെന്നല്ലേ? മറ്റാർക്കും വേണ്ടിയല്ല, നമ്മുടെ പല്ലി സാറ് തന്നെയാണ് ആള്. പണ്ട് തൊട്ടുള്ള നമ്മുടെ സംശയമാണ്, പല്ലികൾ എന്തിനാണ് 2 കളറിൽ അപ്പിയിടുന്നതെന്ന്. കളർഫുള്ളായ ഈ ലോകത്ത് ഇവന്മാരെപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണോ? കാരണം ഇതൊന്നുമല്ല. ഇതിലെ വൈറ്റ് പാർട്ട് എന്താണെന്നറിയാമോ? പല്ലികൾക്ക് മറ്റ് ജീവികളെ പോലെ മൂത്രമൊഴിക്കാനായി പ്രത്യേകം അവയവമില്ല. ഇതിലെ വൈറ്റ് പാർട്ട് അവരുടെ യൂറിനാണ്. അതെ, അതൊരു ക്രിസ്റ്റലൈൻ ഫോമിലാണ് ഇവ പുറന്തള്ളുന്നതെന്ന് മാത്രം. ഇതിലാണ് യൂറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത്. അപ്പോ പിന്നെ സ്വാഭാവികമായും അതിന്റെ കറുത്ത പാർട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആയിരിക്കുമല്ലോ. ഈ വെള്ള ടിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പല്ലിക്കാഷ്ടം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയും. കാണാൻ കുഞ്ഞാണെങ്കിലും സാൽമോണേല പോലുള്ള ബാക്ടീരിയ ഈ കാഷ്ടത്തിലുണ്ട്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വൃത്തിയാക്കിക്കോണം. നമ്പർ 9, നിസാരക്കാരനല്ല ഇവൻ. നമ്മുടെ തൊട്ടാവാടി തന്നെ. എന്നാൽ ഇവന് മറ്റൊരു പേരുകൂടിയുണ്ട്, മിമോസ പ്യൂഡിക്ക പ്ലാന്റ്. അതെ, ഭീകരനാണിവൻ. പക്ഷെ തൊട്ടാൽ അപ്പൊ തന്നെ അങ്ങ് ചുരുണ്ടുകൂടി ഒരു ഇരിപ്പ. ഇതിവർക്കുണ്ടാകുന്നത് പൾവിനസ് എന്ന ഒരു പാർട്ട് കാരണമാണ്. ഇലകളുടെ ബേസ് പാർട്ടിലാണിത് കാണപ്പെടുന്നത്. അതിനകത്ത് കുറേയേറെ സെല്ലുകളുണ്ട്, അതിനുള്ളിൽ വെള്ളവും. ഈ വെള്ളം എപ്പോഴും ആ സെല്ലുകളുടെ മതിലുകളിൽ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനെ ടർഗർ പ്രഷർ എന്നാണ് വിളിക്കാറ്. ഇതുള്ളതുകൊണ്ടാണ് ഈ ഭീകരൻ പേരുള്ള കുഞ്ഞൻ ചെടിക്ക് അതിന്റെ ഇലകൾ നിവർത്തി നിൽക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ ഇതിന്റെ ഇലകളിൽ തൊട്ടാൽ ചില പ്രത്യേക പാർട്ടുകളിൽ നിന്നും കെമിക്കൽ പ്രൊഡ്യൂസ് ആകാൻ തുടങ്ങും. അത് ഈ പൾവിനസിലുള്ള വെള്ളം മുഴുവനായി നഷ്ടമാകാൻ കാരണമാകും. അങ്ങനെയുള്ളപ്പോൾ അവിടെ ടർഗർ പ്രഷർ ഇല്ലാതെയാകും. പിന്നെ പറയണോ, ആശാൻ ചുരുണ്ടു മൂടി അങ്ങിയിരിക്കും. തൊട്ടാവാടിയെ കണ്ടാൽ ഒന്ന് തൊട്ടു നോക്കുന്നതിൽ രസം കണ്ടെത്തുന്നവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്പർ 8, തുപ്പൽ കൊട്ടാരം. ചെറുപ്പത്തിൽ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആരോ കൂട്ടമായി ചെടികളിലൊക്കെ തുപ്പി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതേതാ ഈ വൃത്തികെട്ടവൻ എന്ന് ആലോചിക്കാറില്ലേ? എന്നാൽ അതിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ അതിന്റെ കുമിളകൾക്കൊക്കെ ഒരു അനക്കം നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇവനെ കാണാം. അതെ, അതിന്റെ പേരാണ് സ്പിറ്റിൽബർഗ് ഓർ ഫ്രോഗ് ഹോപ്പർ. ഇനി ഇത് എങ്ങനെയാണ് അതിനു ചുറ്റും ഈ തുപ്പൽ പോലെ ഉണ്ടാക്കുന്നതെന്നറിയണ്ടേ? അത് ആ പ്ലാന്റിലെ വാട്ടറി സാപ്പ് സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിനെയൊക്കെ അതിന്റെ മൂത്രമാക്കി പുറന്തള്ളും. അതിനെ പിന്നീട് ഒരു കവചം പോലെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞു വെക്കും. ഇതിനെയാണ് നമ്മൾ ആരുടെയോ തുപ്പലായി സംശയിക്കുന്നത്. ചിത്രശലഭത്തിന്റെ കുക്കൂൺ പോലെയാണ് ഇതവയ്ക്ക്. വിശന്ന് കൊടല് കത്തുമ്പോ കപ്പലണ്ടി തിന്നണ പോലെ ഇവന്മാരെ കഴിക്കാൻ എത്തുന്ന കിളികളെ പ്രാങ്ക് ചെയ്യാനാണ് ഇവന്മാര് തുപ്പല് പോലുള്ളതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതായത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ. ഈ കുമിളകൾക്ക് കയ്പു രസമായതുകൊണ്ട് തന്നെ മറ്റ് ജീവികൾ ഒന്നും അടുക്കില്ല. ഇവർ വളർന്നൊരു അഡൾട്ട് ആകുമ്പോഴേക്കും ഈ പതയൊക്കെ അപ്രത്യക്ഷമായി പിന്നെ അത് ഇതിൽ നിന്നും ഒരു ഫ്രോഗ് ഹോപ്പറായി പുറത്തേക്കെത്തും. എന്തായാലും വളരെ വിചിത്രമായിരിക്കുന്നു അല്ലേ? നമ്പർ 7, പക്ഷി മുള്ളാറില്ലേ? ഓക്കെ, ഇതൊരു ജെനുവിൻ സംശയമാണ്. ഈ കിളികളൊന്നും മൂത്രമൊഴിക്കാറില്ലേ എന്നത്. അവർ വെള്ളം കുടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, എന്നാൽ മൂത്രമൊഴിക്കുന്നതാണേൽ കണ്ടിട്ടുമില്ല. അപ്പോ ഈ കുടിക്കുന്ന വെള്ളം എവിടെ പോണു? അത് എവിടെയും പോണില്ല. നമ്മൾ തന്നെ പലയിടത്തും വെച്ച് ഇത് കാണാറുള്ളതാണ്. കഴുകി മിനുക്കി വെച്ചേക്കുന്ന കാറുകളിലും കഴുകി ഉണക്കാനിട്ടേക്കുന്ന വസ്ത്രങ്ങളിലുമെല്ലാം ഒരു വെള്ള ഡിസൈൻ പക്ഷികൾ സമ്മാനിക്കാറില്ലേ? അത് തന്നെ സംഭവം. ആക്ച്വലി ഇത് മൂത്രമല്ല, അവരുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ വരുന്ന യൂറിക് ആസിഡിനെയാണ് ഈ വെള്ള പേസ്റ്റ് രൂപത്തിൽ അവർ പുറന്തള്ളുന്നത്. കിളികൾക്ക് നമ്മളെപ്പോലെ സെപ്പറേറ്റ് ട്യൂബുകളില്ല. ക്ലോയേക്കൽ ഓപ്പണിങ്ങിലൂടെയാണ് ഇവർ നമ്പർ 1 and 2 പുറന്തള്ളുന്നത്. ഇവരുടെ യൂറിൻ യൂററ്റേഴ്സിലൂടെ ക്ലോയേക്കൽ ചേമ്പേഴ്സിലൂടെയുമാണ് ഈ ക്ലോയേക്കൽ ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരം ഡൈജസ്റ്റ് ആയതിനു ശേഷമുള്ള വേസ്റ്റ് ഇതിനോടൊപ്പം മിക്സ് ആകുന്നു. ലാസ്റ്റ് ഇത് രണ്ടും ഒരുമിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇനി ഈ മരങ്ങളുടെയൊക്കെ അടിയിൽ പോയി ഇരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കാരണം എപ്പോഴാണ് ഇവറ്റകൾ യൂറിക് ആസിഡ് പുറന്തള്ളുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്പർ 6, ചൊറിയണം എന്ന കില്ലാടി. ട്രാഗിയ ഇൻവോലുക്രാറ്റ. ഓ, പേര് കണ്ടില്ലേ, എന്താ പരിഷ്കാരം! വല്ല വിദേശി റിച്ച് ആയിട്ടുള്ള ആളാകുമെന്നൊന്നും കരുതണ്ട. നമ്മൾ മലയാളികൾക്ക് ഇവൻ അന്നും ഇന്നും ചൊറിയണം മാത്രമാണ്. പുച്ഛിക്കുന്നവർ പോലും ഇവനെ തൊട്ടു നോക്കാൻ ഒന്നുകൂടെ ചിന്തിക്കും.
കാരണം ഒരു തവണ തൊട്ടാൽ പിന്നെ രണ്ടാമത് തൊടണമെന്നുള്ള ആഗ്രഹം വരുന്നതിന് മുന്നേ തന്നെ തൊട്ട സ്ഥലത്ത് നീറ്റലും ചൊറിച്ചിലും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇവന്റെ ഇലകളിലെല്ലാം സൂചി പോലുള്ള കുഞ്ഞു പാർട്ടുകളുണ്ട്. ഇതുവഴിയാണ് ഇവനെ തൊടുന്നവന്റെ ദേഹത്തേക്ക് ചില കെമിക്കലുകൾ കുത്തിവെക്കുന്നത്. അതങ്ങോട്ട് ചെന്നാ പിന്നെ മരണ ചൊറിയാണ്. ഈ കെമിക്കലിൽ അടങ്ങിയ കാൽഷ്യം ഓക്സലേറ്റും ഷെൽസോളുമാണ് ഈ ചൊറിച്ചിലിന്റെ കാരണക്കാർ. സംഭവം ചൊറിയണമൊക്കെ ആണെങ്കിലും കുറേയേറെ ഔഷധ ഗുണങ്ങളൊക്കെ ഈ ചെടിക്കുണ്ട്. നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഇത് ബെസ്റ്റാണ് എന്ന് കരുതി ഇപ്പൊ തന്നെ പോയി പറിച്ച് തിന്നണമെന്നല്ല. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. ആ രീതിയിൽ കൃത്യമായി പാകം ചെയ്ത് ഇവനെ കഴിച്ചാൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ആകും. നമ്പർ 5, വിടില്ല ഞാൻ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂവിന്റെ പേരാണ് അനസ്ലിയ ഫ്രാഗ്രൻസ്. നല്ല സുഗന്ധമാണ് ഈ പൂക്കൾക്ക്. ഈ മണം അടിച്ചിട്ടാണ് തേൻ തേടി നടക്കുന്ന തേനീച്ചകൾ ഇവരുടെ അടുത്തെത്തുന്നത്. അങ്ങനെ ഇവരുടെ പൂക്കളിൽ രസിച്ചിരിക്കും തേനീച്ചകളും മറ്റ് ഇൻസെക്റ്റുകളും. അവരുടെ ദേഹം ഈ പൂവിൽ ഉരസുമ്പോൾ അവർ പോലും അറിയാതെ ഈ പൂവ് അതിന്റെ പോളൻ ഇവരുടെ ദേഹത്തേക്ക് ആഞ്ഞു തുപ്പുന്നു. പാവം അതൊന്നും അറിയാതെ അവർ അടുത്ത പൂവിലോട്ട് ചെന്നിരിക്കും. അപ്പോഴേക്കും ഈ പോളനൊക്കെ അവിടെ വീഴും. സത്യം പറഞ്ഞാൽ തേനീച്ചകൾ തേൻ മോഷ്ടിക്കാൻ വരുന്നു എന്നാണ് അവർ കരുതുന്നത്. സത്യത്തിൽ അവർ പോലും അറിയാതെ അവരെ പോളിനേഷന് വേണ്ടി ഈ ചെടിയാണ് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇവനൊരു കില്ലാടി തന്നെയല്ലേ ഗൈസ്. നമ്പർ 4, കരിമ്പൻ എന്ന കുറുമ്പൻ. നമ്മുടെ വെള്ള തോർത്തിലും അല്ലെങ്കിൽ നല്ല ഉടുപ്പുകളിലും അതുമല്ലെങ്കിൽ ബാഗിലോ ഒക്കെ കാണാറുള്ള നമുക്കിഷ്ടമല്ലാത്ത ഒരു ഡിസൈൻ ഇല്ലേ? കരിമ്പൻ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇത് വന്നാ പിന്നെ അമ്മയുടെ വായിൽ നിന്നും കളകളമിളകുമൊരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് പ്രധാനമായി വരുന്നത് തുണികളിലുള്ള ഈർപ്പം കൊണ്ടാണ്. ഹ്യൂമിഡ് ആയിട്ടുള്ള ചുറ്റുപാടുകളിലാണ് നിങ്ങൾ തുണികൾ ഉണക്കാനിടുന്നതെങ്കിലോ അല്ലെങ്കിൽ വിയർപ്പ് പറ്റിയ തുണി അലക്കാൻ കഴിയാതെ ചുരുട്ടിക്കൂട്ടി വെക്കുമ്പോഴോ ഒക്കെയാണ് ഈ കരിമ്പൻ തുണികളിൽ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ടാണ് തുണികൾ കൃത്യമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ മടക്കി വെക്കാവൂ. അതല്ല, ഇനി വിയർപ്പ് പറ്റിയ തുണികളാണെങ്കിൽ അവ അലക്കുന്നത് വരെ വിരിച്ചിടാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കരിമ്പൻ ഉണ്ടാകുന്നത് ഒരു പരിധിവരെയൊക്കെ തടയാനും സാധിക്കും. സോ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. ആദ്യം കുറച്ച് സോപ്പ് പൊടി എടുക്കുക, പിന്നീട് കുറച്ച് ക്ലോറിൻ, എന്നിട്ട് രണ്ടും കൂടി ചേർത്തങ്ങ് വൃത്തിക്ക് അങ്ങുരച്ച് കഴുകുക. കരിമ്പനൊക്കെ അങ്ങ് പമ്പ കിടക്കും. ഈ ടിപ്പ് പറഞ്ഞു തന്നതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ട്രൈ ചെയ്ത് സക്സസ് ആയാൽ കമന്റ് കൂടി ഇടണേ. നമ്പർ 3, പ്രാവ് പാല്. മൃഗങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പാല് നൽകിയാണ്. എന്നാൽ പക്ഷികളോ? കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ ആകുമല്ലേ? എന്നാൽ അങ്ങനെയല്ല. പ്രാണികളെയൊക്കെ കൊടുക്കണമെങ്കിലും പക്ഷികളും തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാറുണ്ട്. സത്യത്തിൽ പ്രാവ് മാത്രമല്ല, ഫ്ലെമിംഗോസും ചില പെൻഗ്വിനുകളും കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാറുണ്ട്. പ്രാവുകളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ക്രോപ്പ് എന്ന ഭാഗത്തിലാണ് ഈ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കുടിക്കുന്നതിലൂടെ പ്രാവിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കും. ലാക്ടേഷൻ പീരിയഡിൽ ക്രോപ്പിലുള്ള എപ്പിത്തീലിയൽ സെൽസ് പ്രോളിഫറേഷൻ തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുകയും അവസാനം ക്രോപ്പിന്റെ തന്നെ മറ്റ് സബ്സ്റ്റൻസുകളുമായും മിക്സായാണ് ക്രോപ്പ് മിൽക്ക് ഉണ്ടാക്കുന്നത്. ഈ പാല് ഹൈ പ്രോട്ടീൻ റിച്ചും അതോടൊപ്പം ഫാറ്റ് റിച്ചുമാണ്. ഇതവർ ചുണ്ടുകൾ വഴിയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഇതൊന്നും അറിയാത്ത നമ്മളാണെങ്കിലോ പ്രാവ് അതിന്റെ കുഞ്ഞിനെ കൊത്തുകയാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇനി പശു പാല് തന്നില്ലെങ്കിൽ ഉടനെ പോയി പ്രാവിനെ പിടിക്കല് കേട്ടോ. നമ്പർ 2, പ്ലാന്റ് സ്പേൾ. ഈ വെള്ളത്തിലും അല്ലെങ്കിൽ അക്വേറിയത്തിലുമൊക്കെ നമ്മൾ വളർത്താറുള്ള ചെടികളിൽ നിന്നും മുകളിലോട്ട് പൊങ്ങി വരുന്ന ബബിള് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അതിന്റെ ഇലകളിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കണ്ടാൽ പവിഴം പോലെ തോന്നിക്കുന്ന കുമ്പളകൾ. ഇതിനെയാണ് പ്ലാന്റ് പേളിംഗ് എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയുമോ? സംഭവം വളരെ സിമ്പിളാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചെടികളാണ് നമുക്ക് ശ്വസിക്കേണ്ട ഓക്സിജൻ നൽകുന്നതെന്ന്. ഇത് അതിന്റെ ഇലകളിലൂടെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ചെടികൾ റിലീസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് വളരെ കൂടുകയും അത് നിങ്ങളുടെ അക്വേറിയത്തിൽ ഡിസോൾവ് ആകാനുള്ള സമയം കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ കുമിളകൾ ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് അക്വേറിയത്തിലുള്ള മീനുകൾക്ക് ശ്വസിക്കാനായുള്ള ഓക്സിജൻ ലഭ്യമാക്കുകയും ചെയ്യും. മാത്രമല്ല, ചെടികൾ ഇങ്ങനെ അക്വേറിയത്തിൽ വെക്കുന്നതിലൂടെ മീനുകൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡും അമോണിയവും ഒക്കെ ഇവ വലിച്ചെടുത്ത് വെള്ളം ശുദ്ധമാക്കും. നമ്പർ 1, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പാമ്പുകളുടെ അണ്ണാക്കിൽ പോയി കൈയിടാൻ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഒറ്റ തവണയേ തോന്നും. തൊടാൻ വരുന്നവനെ കൊന്നുകളയുക എന്നേ ഇവന്മാരുടെ ഡിക്ഷണറിയിലുള്ളൂ. സത്യത്തിൽ ഇരയെ പിടിക്കാൻ വേണ്ടിയാണ് പാമ്പുകൾക്ക് ഈ വിഷമുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്തെന്നാൽ ഈ വിഷത്തിന്റെ 90% പ്രോട്ടീൻസ് ആണ്. അതിന്റെ കൂടെ മറ്റ് കെമിക്കലുകളുമുണ്ട്. അതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരാളെ കൊല്ലാൻ തരത്തിലുള്ള വിഷമായി മാറും. ചിലത് കടിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആള് വടിയാകും. മറ്റ് ചിലതാണെങ്കിൽ പയ്യെയാകും. എന്തൊക്കെയാണെങ്കിലും ഇവറ്റകളെ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പാമ്പുകളിൽ പ്രധാനമായും 2 ടൈപ്പ് വെനമാണുള്ളത്, ന്യൂറോടോക്സിനും സൈറ്റോടോക്സിനും.
ന്യൂറോടോക്സിൻ പേര് പോലെ തന്നെ നെർവിനെ ആയിരിക്കും ബാധിക്കുക. ഒരു നെർവിൽ നിന്നും മറ്റൊരു നെർവിലേക്ക് പോകുന്ന സിഗ്നൽ ബ്ലോക്ക് ആക്കി ആ നെർവിനെ പാരലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് മരണത്തിന് തന്നെ കാരണമാകും. സൈറ്റോടോക്സിൻ പ്രവർത്തിക്കുന്നത് സെൽ മെംബ്രെയിൻ ഡാമേജ് ആക്കിയും ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറാക്കിയും ബ്ലഡ് ക്ലോട്ടാക്കിയുമൊക്കെയാണ്. ഇതൊക്കെ വരുമ്പോൾ തന്നെ ആള് വടിയായി പോകും. ഈ വീഡിയോ കണ്ടപ്പോഴെങ്കിലും ചെറുപ്പം തൊട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾക്ക് വിരാമം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇപ്പോഴും സംശയവുമായി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുത്തേക്ക്. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.